വചനം തിരുവചനം. ഈശോയിലെ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, യോനായുടെ പുസ്തകത്തിൽ നിന്ന് ഒരു വചനം വായിക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അമിത്യയുടെ പുത്രൻ യോനാക്ക് കർത്താവിൻ്റെ അരുളപ്പാടുണ്ടായി. നീ എഴുന്നേറ്റ് മഹാനഗരമായ നിനവയിൽ ചെന്ന് അതിനെതിരെ വിളിച്ചു പറയുക. എന്തെന്നാൽ അവരുടെ ദുഷ്ടത എൻ്റെ സന്നിധിയിൽ എത്തിയിരിക്കുന്നു. എന്നാൽ യോന താർഷിഷിലേക്ക് ഓടി കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് മറയാൻ ഒരുങ്ങി. കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് മറഞ്ഞ് ഒളിക്കാൻ അവൻ ആഗ്രഹിച്ചു. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ നോമ്പും ഉപവാസവും ഒക്കെ അതിനൊക്കെ എന്തുമാത്രം പ്രസക്തി ഉണ്ടെന്നൊക്കെ പലപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. വർഷങ്ങളായി ഞാൻ നോമ്പെടുക്കുന്നു, വർഷങ്ങളായി ഞാൻ ഉപവസിക്കുന്നു, എന്ത് നേട്ടമാണ് അതുകൊണ്ടുള്ളത്? അതുകൊണ്ട് ഉപവാസം വേണ്ട, നോമ്പ് വേണ്ട, എല്ലാം ആത്മീയമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം മതി, നോമ്പ് ഉപവാസമൊന്നും വേണ്ട എന്നൊക്കെ ആളുകൾ പറയാനും ചിന്തിക്കാനും ഒക്കെ തുടങ്ങുന്ന കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. സഹോദരങ്ങളെ, യോനായുടെ വചനമെടുത്ത്, യോനായുടെ പുസ്തകം എടുത്ത് നമുക്കൊന്ന് ധ്യാനിക്കാം. കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്കൊന്ന് നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം. കർത്താവ്, നോമ്പിൻ്റെയും ഉപവാസത്തിൻ്റെയും കാലഘട്ടം എങ്ങനെയാണ് ഞാൻ ചിലവഴിക്കേണ്ടത്? ഈശോയെ, നോമ്പിൻ്റെയും ഉപവാസത്തിൻ്റെയും കാലഘട്ടം എങ്ങനെയാണ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത് എന്ന് ഒരു വെളിച്ചം എനിക്ക് തരണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. എന്ത് അഭിഷേകമാണ് കർത്താവെ നോമ്പും ഉപവാസവും വഴിയായി നീ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് പറഞ്ഞു തരണമേ ഈശോയെ. പരിശുദ്ധ അമ്മ വഴിയായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നോമ്പിൻ്റെ വലിയ അഭിഷേകം, ഉപവാസത്തിൻ്റെ അഭിഷേകം ഈ സമയം ഞങ്ങൾക്ക് പറഞ്ഞു തരാൻ അമ്മ വഴി അപേക്ഷിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഹല്ലേലൂയ. യേശുവേ നന്ദി. സഹോദരങ്ങളെ, കർത്താവിൻ്റെ ഒരു വചനം യോനാ പ്രവാചകൻ്റെ അടുത്തേക്ക് ചെല്ലുന്നതാണ് നമ്മളിപ്പോൾ വായിച്ചു കേട്ടത്. നീ നിനവയുടെ അടുത്ത് ചെന്ന്, നിനവേ എന്ന് പറയുന്ന സ്ഥലത്ത് ചെന്ന്, അസിറിയ രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് നിനവേ, നിനവയിൽ ചെന്ന് അവിടുത്തെ ജനങ്ങളോട് വിളിച്ചു പറയുക, കർത്താവിൻ്റെ സന്നിധിയിൽ നിങ്ങളുടെ ദുഷ്ടത എത്തിയിരിക്കുന്നു. അത് എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ യോനാ പ്രവാചകൻ കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ഓടി അകലുന്നു, കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ഒളിക്കുന്നു. നിനവയിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക്, താർഷിഷ് എന്ന് പറയുന്ന സ്ഥലം നിനവയ്ക്ക് പോകേണ്ട ഡയറക്ഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. അതായത് കോഴിക്കോടുള്ള ഒരാൾ അയാളോട് കാസർഗോഡേക്ക് പോകാൻ പറയുന്നു, എന്നാൽ അയാൾ തൃശ്ശൂർക്കുള്ള വണ്ടി കയറുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഒളിക്കാമെന്ന് യോനാ പ്രവാചകൻ കരുതി. അപ്പോൾ ആദ്യം പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവിൻ്റെ ഒരു പദ്ധതി നിങ്ങളുടെ അടുത്ത്, ആദ്യത്തെ ഒരു പദ്ധതി, കർത്താവിൻ്റെ ഒരു പദ്ധതി ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം. കർത്താവ് യോനയുടെ മനസ്സ് മാറ്റാനായിട്ട് പ്രയത്നിക്കുകയാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി. നോമ്പും ഉപവാസവും സഹനവും കഷ്ടപ്പാടും എങ്ങനെയാണ് കർത്താവ് യോനയുടെ ജീവിതത്തിൽ ഉപയോഗിക്കുന്നതെന്ന് ശ്രദ്ധിച്ചു നോക്കുക. വളരെ മനോഹരമാണ് കർത്താവിൻ്റെ ആ ശൈലി, കർത്താവിൻ്റെ ഒരു പ്രത്യേകമായ രീതി. നമ്മുടെ ജീവിതത്തിലേക്ക് കർത്താവ് നമ്മുടെ മനസ്സ് മാറ്റാൻ ഏത് ശൈലി ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്? കർത്താവിന് ഇഷ്ടം പോലെ വഴികളുണ്ട്, 100 കണക്കിന് വഴികൾ കർത്താവിൻ്റെ കയ്യിലുണ്ട്. എങ്കിലും കർത്താവ് യോനയുടെ അടുത്ത് യോനയുടെ മനസ്സ് മാറ്റാനായിട്ട് കർത്താവ് ആഗ്രഹിക്കുകയാണ്. യോന കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ഓടി ഒളിച്ചു. നമ്മളിതുപോലെ ഓടി ഒളിക്കും. കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന്, കർത്താവിൻ്റെ ഇഷ്ടത്തിൽ നിന്ന് ഓടി ഒളിക്കും. ഓടി ഒളിക്കുമ്പോൾ നമുക്കുള്ള ഒരു പ്രത്യേകത എന്നാ? യോനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. താർഷിഷിലേക്കുള്ള കപ്പൽ കയറി യോന സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ്. ഭക്ഷണം കഴിച്ച് സുഖമായിട്ട് കിടന്നുറങ്ങുകയാണ്. എൻ്റെ അടുത്ത് വരുന്ന മദ്യപാനികളായിട്ടുള്ള സഹോദരങ്ങൾ എന്നോട് പറയാറുണ്ട്. പ്രത്യേകിച്ച് ഈ പ്രാവശ്യം ഒരു സഹോദരൻ എന്നോട് പറഞ്ഞത്, അച്ഛാ, ഞാൻ യാതൊരു കുഴപ്പക്കാരനുമല്ല അച്ചോ, എനിക്ക് യാതൊരു പ്രശ്നവുമില്ല അച്ചോ, നന്നാവേണ്ടത് എൻ്റെ ഭാര്യയാണ്, ധ്യാനം കൂടേണ്ടത് എൻ്റെ ഭാര്യയും എൻ്റെ മക്കളുമാണ്. ഞാൻ അച്ചോ എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്ന എനിക്കൊരു മാറ്റത്തിൻ്റെ ആവശ്യമില്ല അച്ചോ. പലപ്പോഴും എൻ്റെ സഹോദരങ്ങളെ,
കർത്താവിൻ്റെ സന്നിധിയിൽ നിന്ന് ഓടി ഒളിക്കുന്ന ആളുകളുടെ ഒരു പ്രത്യേകതയാണ് അവർ അവരുടെ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് അതിനെ മാറ്റാൻ വേണ്ടി പരിശ്രമിക്കില്ല. യോന പ്രവാചകൻ ഒരു പ്രവാചകനാണെന്ന് ഓർക്കണം. യോന പ്രവാചകൻ പോലും തൻ്റെ പ്രശ്നത്തിനെ ശരിക്കും കർത്താവിൻ്റെ ഇഷ്ടവുമായി മനസ്സിലാക്കി അതിനെ അതിജീവിച്ച് മുന്നോട്ട് പോകാനായിട്ട് ആഗ്രഹിച്ചില്ല എന്നുള്ളതാണ്. എന്നാൽ ദൈവം യോനയെ വിടുന്നില്ല. യോന സുഖമായിട്ട് കിടന്ന് ഉറങ്ങുകയാണ്. അപ്പോൾ കർത്താവ് ആ സമൂഹത്തിന് മുഴുവൻ ഒരു വിഷമമുള്ളൊരു കാര്യം ചെയ്യുകയാണ്. ഒരാളുടെ മനസ്സ് മാറ്റാൻ വേണ്ടിയിട്ടാണ് കർത്താവ് ചെയ്യുന്നത്. പക്ഷേ അനുഭവിക്കുന്നത് ആ കപ്പലിലുണ്ടായിരുന്ന മുഴുവൻ ആളുകളാണ്. അത് മുഴുവൻ ആടി ഉലയാൻ തുടങ്ങി. ചില കുടുംബങ്ങളിൽ ഒരു വിഷമം ബുദ്ധിമുട്ടൊക്കെ വരുമ്പോൾ നമ്മൾ സഹോദരങ്ങളെല്ലാവരും അതിൻ്റെ ദുരന്തം അനുഭവിക്കുന്നുണ്ട്. ചിലപ്പോൾ കർത്താവ് അതിലേതെങ്കിലും ഒരാളെ പ്രത്യേകമായി ലക്ഷ്യമിട്ടിട്ട് ചെയ്യുന്നൊരു കാര്യമായിരിക്കാം. അയാൾ മിക്കവാറും സുഖമായിട്ട് കിടന്നുറങ്ങി ഭക്ഷണമൊക്കെ കഴിച്ച് ഒരു കുഴപ്പമില്ലാണ്ട് മുന്നോട്ട് പോകുന്നവരാകാം. ഈ കപ്പലിലുണ്ടായിരുന്ന ബാക്കി എല്ലാവർക്കും ടെൻഷനായി. എല്ലാവരും ചാക്കൊക്കെ പുറത്തേക്ക് എറിയാൻ തുടങ്ങി, ഭക്ഷണ സാധനങ്ങൾ പുറത്തേക്ക് എറിയാൻ തുടങ്ങി, കുറേ കാര്യങ്ങൾ അവരങ്ങനെ ചെയ്യാൻ തുടങ്ങി. അവർക്ക് എല്ലാവർക്കും വിഷമമായി. ദൈവത്തെ വിളിച്ച് അവർ അപേക്ഷിക്കാൻ തുടങ്ങി. യോനയാകട്ടെ അവിടെ കിടന്നുറങ്ങി. ഈ പ്രശ്നങ്ങളൊന്നും അവനെ ബാധിക്കുന്നില്ല. അപ്പോൾ ഈ മനുഷ്യരുടെ പ്രശ്നങ്ങളൊന്നും ബാധിക്കാത്ത വിധത്തിൽ കുടുംബത്തിൽ ഇങ്ങനെ ചിലവരിങ്ങനെ കഴിയുന്നുണ്ടാവും. അവരെ പ്രിയമുള്ള സഹോദരങ്ങളെ കർത്താവ് ലക്ഷ്യമിടുന്നുണ്ട്. അവരുടെ മനസ്സ് മാറ്റാൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ യോനയുടെ മനസ്സ് മാറ്റാനായിട്ട് കർത്താവ് ആ ബുദ്ധിമുട്ട് കൊണ്ടുവന്നെങ്കിലും യോനയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഞാൻ പ്രശ്നക്കാരനാണെന്ന് യോന എല്ലാവരുടെ മുമ്പിൽ അംഗീകരിക്കുന്നുണ്ട്. അറ്റ്ലീസ്റ്റ് അതെങ്കിലും യോന ചെയ്യുന്നുണ്ട്. സാധാരണ മനുഷ്യർ അതുപോലും അംഗീകരിക്കില്ല. എല്ലാ പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പ്രശ്നം മുഴുവൻ മറ്റുള്ളവരാണ് ഉണ്ടാക്കിയതെന്ന് അവർ പറയുന്നു. സഹോദരങ്ങളെ, കർത്താവ് ഒരു കടൽക്ഷോഭം ഉണ്ടാക്കി കപ്പലിനെ ഒന്ന് മറയ്ക്കുന്ന രീതിയിൽ ചെയ്തു കഴിഞ്ഞപ്പോൾ യോന പുറത്തേക്ക് വന്നു. യോനയെ എടുത്ത് കടലിലിടാനായിട്ട് യോന തന്നെ ആവശ്യപ്പെടും. എന്നെ കടലിലേക്ക് എറിഞ്ഞോ, എനിക്ക് മഴുതി, എനിക്ക് യാതൊരു പ്രശ്നമില്ല, എന്നെ എടുത്ത് കടലിലേക്ക് എറിഞ്ഞോ, ഞാൻ ചത്തുപൊക്കോട്ടെ, എനിക്ക് യാതൊരു പ്രശ്നമില്ല, എന്ത് പ്രശ്നം വന്നാലും എനിക്കൊരു കനല്ല എന്നുള്ള രീതിയിൽ യോന പറയുകയാണ്. യോനയെ എടുത്ത് അവർ കടലിലേക്ക് ഇടുന്നു. യോന ഒരു തിമിംഗലം വന്ന് വിഴുങ്ങുന്നു. വിഴുങ്ങി കഴിഞ്ഞപ്പോൾ യോനയുടെ ശൈലി മാറ്റി. യോന പറഞ്ഞു, കർത്താവേ രക്ഷിക്കണമേ, കർത്താവെ രക്ഷിക്കണമേ, ഞാൻ എവിടേക്ക് വേണമെങ്കിലും പോകാം, നീയാണല്ലോ രക്ഷ, കഷ്ടപ്പെടുന്നവരുടെ പ്രാർത്ഥന നീ കേൾക്കുന്നുണ്ടല്ലോ, വേദനിക്കുന്നവരുടെ പ്രാർത്ഥന നീ കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ നോക്കിയാൽ സഹോദരങ്ങളെ, കർത്താവ് യോനയുടെ മനസ്സ് ഒന്ന് മാറ്റുകയാണ്. ഹല്ലേലൂയ, യേശുവേ നന്ദി. എങ്ങനെയാണ്? കുറച്ച് കഷ്ടപ്പാടുകൾ ആ കപ്പലിലുണ്ടായിരുന്നവർക്ക് കൊടുത്തു. കുടുംബത്തിലുള്ളവർക്കും ചിലപ്പോൾ കുറച്ച് കഷ്ടപ്പാടുകളിലൊക്കെ കടന്നു പോകേണ്ടി വന്നേക്കാം, ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകേണ്ടി വന്നേക്കാം. ഞാൻ നെസ്റ്റിൽ ജീവിക്കുമ്പോൾ മദ്യപാനികളെ നോക്കുന്ന സ്ഥലമാണ്. അവിടെ ജീവിക്കുമ്പോൾ ചില കുടുംബത്തിലെ ഏണിംഗ് മെമ്പറായിരിക്കും മദ്യം നിർത്താൻ വേണ്ടിയിട്ട് വരുന്നുണ്ടാവുക. അയാൾ സമ്പാദിക്കുന്നതിനേക്കാൾ കൂടുതൽ അയാൾ ചിലവഴിക്കുന്നുണ്ടാകാം. എങ്കിൽ പോലും അയാളുടെ സാന്നിധ്യം ഇല്ലാത്ത വലിയ വേദനയാണ് കുടുംബത്തിന്. പക്ഷെ ഞാൻ ആ കുടുംബം മുഴുവൻ വേദന അനുഭവിക്കുമ്പോൾ അവരോട് പറയും, നിങ്ങൾ ഈ വേദനയിലൂടെ കടന്നു പോകണം. കർത്താവിൻ്റെ പദ്ധതിയാണ്. ഇയാൾ മാറുന്നതും ഇയാൾ തിരിച്ചു വരുന്നതും ഒക്കെ കാത്തിരിക്കണം. കർത്താവിൻ്റെ ഒരു പദ്ധതിയാണത്, കർത്താവിൻ്റെ ഒരു ഇഷ്ടമാണത്, കർത്താവിൻ്റെ ഒരു ശൈലിയാണത്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഒരവയവം വേദനിക്കുമ്പോൾ എല്ലാ അവയവം വേദനിക്കുന്നു എന്ന് പറയും പോലെ ഒരവയവം പാപം ചെയ്ത് കഴിഞ്ഞിട്ട് ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അതുമായി ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കാം. അവിടെ നമ്മൾ പതറരുത്, വിഷമിക്കരുത്, ഒരുമിച്ച് നിന്ന് പ്രാർത്ഥിക്കാം. യോനയുടെ മനസ്സ് കർത്താവ് മാറ്റുന്നത് സഹനങ്ങൾ കൊടുത്തുകൊണ്ടാണ്. നോമ്പും ഉപവാസവും പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മളെടുക്കുന്ന സഹനമാണെങ്കിലും നമ്മുടെ മനസ്സിനെ മാറ്റാനായി കർത്താവ് ഉപയോഗിക്കാൻ കർത്താവിന് ആഗ്രഹമുള്ള കാര്യങ്ങളാണ് നോമ്പും ഉപവാസവും കഷ്ടപ്പാടും സഹനവും ഒക്കെ. അത് കർത്താവ് ഉപയോഗിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് നോമ്പ് ആത്മാർത്ഥമായിട്ട് എടുക്കുന്ന ഒരാൾക്ക് ഒരു അഭിഷേകമുണ്ടോ? 40 ദിവസം രാത്രിയും പകലും ഉപവസിച്ചവനാണ് നമ്മുടെ ഈശോ. നോമ്പും ഉപവാസവും ഭക്ഷണം പോലും കഴിക്കാതെ 40 ദിവസം. അതുപോലെ ആരും ചെയ്യണമെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല കേട്ടോ. കർത്താവിൻ്റെ പദ്ധതി ഉണ്ടെങ്കിൽ, ആത്മീയ പിതാക്കന്മാരുടെ അനുവാദം ഉണ്ടെങ്കിൽ മാത്രമേ എങ്ങനെയൊക്കെ ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ ചെയ്യാൻ പാടില്ല, അനുവാദത്തോടുകൂടി ചെയ്യാൻ പാടുള്ളൂ അങ്ങനത്തെ കാര്യങ്ങൾ. എങ്കിലും നമ്മുടെ മനസ്സ് മാറ്റാൻ കർത്താവ് നോമ്പും ഉപവാസവും ഉപയോഗിക്കും. ഹല്ലേലൂയ. നമുക്ക് തന്നെ നമ്മുടെ മനസ്സ് മാറ്റാൻ പറ്റുന്നില്ല. നോമ്പെടുത്ത് ഉപവസിച്ച് പ്രാർത്ഥിച്ചു തുടങ്ങൂ, കർത്താവ് അത് ഉപയോഗിച്ച് നമ്മുടെ മനസ്സ് മാറ്റും. രണ്ടാമത്തെ കാര്യം,
ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ആദ്യമൊക്കെ കർത്താവ് എന്തുകൊണ്ടാണ് യോനയ്ക്ക് നിനവേലേക്ക് പോകാൻ ഇത്രയും മടി? കർത്താവ് പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കല്ലേ യോന പോയത്? എന്തുകൊണ്ടാണ് കർത്താവ് അങ്ങനെ യോന പോയത്? ചില വീടുകളിൽ നല്ല മാതാപിതാക്കന്മാരുടെ, വിശുദ്ധരായ മാതാപിതാക്കന്മാരുടെ മക്കൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് പോകുന്നത് കണ്ടിട്ടില്ലേ? ഇതുപോലെ തന്നെ ദൈവത്തിൻ്റെ പ്രവാചകൻ വരെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോയിട്ടുണ്ട്. അതുകൊണ്ട് ചില മാതാപിതാക്കൾ വലിയ വിഷമം, എൻ്റെ പ്രശ്നമാണോ ഇത്? മോനിക്ക പണ്ഡിതയ്ക്ക് ഒരു വിഷമം ഉണ്ടായിരുന്നു, ഞാൻ കാരണമാണോ അഗസ്റ്റിൻ മോശമായി പോയത്? അപ്പോൾ അംബ്രോസ് എന്ന് പറയുന്ന മെത്രാൻ പറഞ്ഞു കൊടുക്കുമായിരുന്നു, മോളെ നീ അങ്ങനെ നിന്നെ ആവശ്യമില്ലാതെ നീ കുറ്റപ്പെടുത്തരുത്. നമ്മളെല്ലാവരും ദൈവത്തിൻ്റെ മക്കളല്ലേ, ദൈവം മോശമായതുകൊണ്ടാണോ നമ്മളെല്ലാവരും മോശമായി പോകുന്നത്? അല്ലല്ലോ. അതുകൊണ്ട് ആവശ്യമില്ലാതെ മോളെ നീ നിന്നെ തന്നെ കുറ്റപ്പെടുത്തരുത് എന്ന് പറയും. എങ്കിലും സഹോദരങ്ങളെ, നമ്മുടെ ഉള്ളിലൊരു ആകാംക്ഷയില്ലേ, എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ ഇഷ്ടം ഇത്രമാത്രം എതിർത്ത് യോന പ്രവാചകൻ താർഷിഷിലേക്ക് കപ്പലേറിയത്? ഇപ്പം ഞാൻ നിനവയെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞപ്പോൾ, അസിറിയക്കാരുടെ തലസ്ഥാനമാണ് നിനവെ. ഈ നിനവയ്ക്കൊരു പ്രത്യേകതയുണ്ട്, എന്താണെന്നറിയോ? യഹൂദരെ കൊല ചെയ്ത് അവരുടെ തലയോട്ടി അതുപയോഗിച്ച് മല കൂമ്പാരം ഉണ്ടാക്കിയിട്ടുള്ള ആളുകളാണ് നിനവേക്കാർ. അപ്പോൾ യോന പ്രവാചകൻ്റെ പ്രിയപ്പെട്ടവരെ കൊല വിളിക്കുന്നത് പോട്ടേന്ന് വയ്ക്കാം, അതിനുശേഷം അതുകൊണ്ട് കൂമ്പാരം ഉണ്ടാക്കി ആർത്തട്ടഹസിച്ചവരാണ് നിനവേക്കാർ. എന്തുകൊണ്ടാണ് യോന അങ്ങോട്ട് പോകാതിരുന്നതെന്നറിയാവോ? യോനയ്ക്ക് ദൈവത്തോട് ദേഷ്യം ഉണ്ടായിരുന്നതുകൊണ്ടല്ല. പലപ്പോഴും നമ്മളെല്ലാവരും ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത് ദൈവത്തോട് ദേഷ്യമുള്ളതുകൊണ്ടല്ല, നമുക്ക് വേറെ പലരോടും ദേഷ്യമുള്ളതുകൊണ്ടാണ്, വേറെ പലരോടും ക്ഷമിക്കാൻ പറ്റാത്തത് കൊണ്ടാണ്, വേറെ പലരും എൻ്റെ ജീവിതത്തിൽ വന്ന് നശിപ്പിക്കും, അവർ നശിച്ചു പോകേണ്ടതാണ് എന്നെനിക്ക് തോന്നുന്നത് കൊണ്ടാണ്. ഇപ്പോൾ യോന പ്രവാചകൻ്റെ വലിയ വിഷമം വചനം വായിച്ചു കഴിഞ്ഞാൽ 4 അധ്യായമേ യോനയുടെ പുസ്തകത്തിലുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വായിക്കാം, 3 പേജേ ഉള്ളൂ. യോന പ്രവാചകൻ കർത്താവിനോട് പറയുന്നൊരു കാര്യമുണ്ട്, കർത്താവ് ഞാൻ പ്രസംഗിച്ച് കഴിഞ്ഞ് ഇവരെല്ലാവരും മാനസാന്തരപ്പെടും, അങ്ങനെ മാനസാന്തരപ്പെട്ട് കഴിഞ്ഞാൽ കർത്താവ് നീ മനസ്സ് മാറ്റും, അങ്ങനെ ഇവരെ ശിക്ഷിക്കില്ല, അതുണ്ടാവരുത്, ഇവർ നശിച്ചു പോകണം. അതായിരുന്നു യോനയുടെ ആഗ്രഹം. എന്തുകൊണ്ടാണ് അപ്പോൾ യോന നിനവേലേക്ക് പോകാതിരുന്ന സഹോദരങ്ങളെ? രണ്ടാമത്തെ കാര്യം അതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. യോനയ്ക്ക് ക്ഷമിക്കാൻ പറ്റിയിരുന്നില്ല. യോനയുടെ പ്രിയപ്പെട്ടവരെ നശിപ്പിച്ചവരാണ്, അവരുടെ തലയോട്ടി കൊണ്ട് കൂമ്പാരം ഉണ്ടാക്കിയവരാണ്, അവരോട് ക്ഷമിക്കാൻ പറ്റില്ല, അവരോട് ക്ഷമിക്കാൻ പറ്റുന്ന ഇഷ്യൂ ഇല്ല. എന്നാൽ പ്രിയമുള്ള സഹോദരങ്ങളെ, യോനയുടെ കഷ്ടപ്പാടിലൂടെ 3 ദിവസമുള്ള നോമ്പ് ഉപവാസം, തിമിംഗലത്തിൻ്റെ ഉള്ളിൽ കഴിഞ്ഞ ദിവസം നോമ്പ് ഉപവാസമാണെന്ന് കണക്കുകൂട്ട കഷ്ടതയുടെ ദിനങ്ങളാണ്, ഒരാളെയും കാണാൻ പറ്റാത്തതിൻ്റെ ദിനങ്ങളാണ് 3 ദിവസം. ആ 3 ദിവസവും കർത്താവിൻ്റെ വലിയ അഭിഷേകത്തിലേക്ക് യോന നടന്നു, കർത്താവിൻ്റെ വലിയ അഭിഷേകത്തിലേക്ക് യോന കടന്നു വന്നു. എന്നാൽ യോനയ്ക്ക് പൂർണ്ണമായിട്ട് ക്ഷമിക്കാൻ പറ്റിയില്ല. എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്? യോനയുടെ പുസ്തകത്തിലെടുത്തു കഴിഞ്ഞാൽ 3-ാമത്തെ അധ്യായത്തിൽ വചനം, നിനവെ വലിയ ഒരു സ്ഥലമായിരുന്നു, വലിയൊരു പ്രദേശമായിരുന്നു നിനവെ. 3 ദിവസമെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് എടുക്കണം. നിനവെ നഗരം മുഴുവൻ പറഞ്ഞ് മാനസാന്തരപ്പെടുവിൻ എന്ന് പറയാനായി 3 ദിവസമെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് എടുക്കണമായിരുന്നു. യോന എത്ര ദിവസം എടുത്തു? 1 ദിവസം എടുത്തുള്ളൂ യോന. മാനസാന്തരപ്പെടുവിൻ എന്ന് യോന പറഞ്ഞു, പക്ഷേ ഒരൊറ്റ ദിവസം മാത്രമേ യോന നടന്നുള്ളൂ. ഉണ്ടോ? ചിലർക്ക് കൊടുക്കേണ്ട കാര്യങ്ങൾ നമുക്ക് കൊടുക്കാനുള്ള മടി, ചിലരുടെ അവകാശങ്ങൾ കൊടുക്കാനായിട്ടുള്ള മടി, അതൊക്കെ തടഞ്ഞു വെക്കാനുള്ള ആഗ്രഹങ്ങൾ. പ്രിയമുള്ള സഹോദരങ്ങളെ, കർത്താവിൻ്റെ ഉപവാസത്തിലേക്ക് കടന്നു വരാതെ, കർത്താവിൻ്റെ നോമ്പിലേക്ക് കടന്നു വരാതെ, കർത്താവ് നൽകുന്ന ചില സഹനങ്ങളിലൂടെ കടന്നു പോകാതെ നമുക്ക് പ്രിയമുള്ള സഹോദരങ്ങളെ ഈ വലിയ ശക്തി നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നോമ്പും ഉപവാസവും മൂലം ക്ഷമിക്കാനുള്ള വലിയ കൃപ നമുക്ക് ലഭിക്കും. അപ്പോൾ 3 ദിവസം ചെയ്തതിലൂടെ 1 ദിവസം നടക്കാനുള്ള അത്രയും ക്ഷമ യോന കാണിച്ചു. വീണ്ടും കർത്താവ് യോനയെ കൊണ്ടുപോകുന്നുണ്ട്, വീണ്ടും ക്ഷമിക്കാനായിട്ടുള്ള കാരണങ്ങൾ കർത്താവ് യോനയ്ക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് കർത്താവ് ക്ഷമിക്കുന്നതെന്ന് യോനയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സഹോദരങ്ങളെ, നോമ്പും ഉപവാസവും നമ്മളെ ക്ഷമയിലേക്ക് നയിക്കും, കർത്താവിൻ്റെ കരുണയിലേക്ക് നമ്മളെ കൊണ്ടുപോകും. അതുകൊണ്ട് നോമ്പ് ഉപവാസം എടുക്കാൻ നമ്മളാരും മടി കാണിക്കരുത്. യോന ക്ഷമിക്കാനായിട്ട് കാരണമാക്കി.
മൂന്നാമതൊരു കാര്യം എനിക്ക് നോമ്പും ഉപവാസത്തെ പറ്റി പറയാനുള്ളത്, യോനയുടെ പുസ്തകത്തിൽ നോമ്പും ഉപവാസവും മൂലം ആരുടെ മനസ്സ് മാറിയതാണ് ഏറ്റവും വലിയ കാര്യം? യോനയുടെ മനസ്സ് മാറിയതാണോ, നിനവേക്കാരുടെ മനസ്സ് മാറിയതാണോ, അതോ ദൈവത്തിൻ്റെ മനസ്സ് മാറിയതാണോ? എനിക്ക് തോന്നുന്നു ദൈവത്തിൻ്റെ മനസ്സ് മാറിയത് വലിയ കാര്യമാണ്. ദൈവത്തിൻ്റെ മനസ്സ് മാറിയത് വലിയ കാര്യമാണ്. ഇവരെങ്ങനെ ദൈവത്തിൻ്റെ മനസ്സ് മാറ്റിയത്? കർത്താവിൻ്റെ വചനം യോനയുടെ പുസ്തകത്തിൽ ആദ്യം തന്നെ പറയുന്നത്, നിങ്ങളുടെ ദുഷ്ടത എൻ്റെ അടുക്കൽ എത്തിയിരിക്കുകയാണ്, നശിപ്പിക്കും നിങ്ങളെ, മാനസാന്തരപ്പെടുവിനെന്ന്. ഈ വചനം കേട്ട നിനവേയിലെ ആളുകൾ, രാജാവും എല്ലാ പ്രജകളും ജീവജാലങ്ങളും എല്ലാം ഉപവാസം പ്രഖ്യാപിക്കുകയാണ്. എല്ലാവരും ചാക്കെടുത്ത് ചാരം പൂശുകയാണ്. മൃഗങ്ങൾക്ക് വരെ ഭക്ഷണം കൊടുത്തില്ല. അത്രയും ശക്തമായ ഉപവാസം. ഇത് നിനവേ രാജാവ് നേരിട്ട് യോനയിൽ നിന്ന് കേട്ടിട്ടല്ല. ഒരു ദിവസമേ യോന നടന്ന് വചനം പറഞ്ഞുള്ളൂ. യോന ഇങ്ങനെ പറഞ്ഞു എന്ന് കേട്ട് രാജാവ് മനസ്തപിച്ചു. രാജാവ് ചാക്കെടുത്ത് ചാരം പൂശി നോമ്പും ഉപവാസത്തിലൂടെയും കടന്നുപോയി. അതുവഴിയായി ദൈവത്തിൻ്റെ മനസ്സ് മാറിപ്പോയി. നോമ്പും ഉപവാസത്തിനും ദൈവത്തിൻ്റെ മനസ്സ് മാറ്റാനുള്ള ഒരു അഭിഷേകം ഉണ്ട്. അത് അതിൻ്റെ രീതിയിൽ എടുക്കണമെന്ന് മാത്രം. വലിയ നോമ്പ് വരുന്നു, 50 ദിവസം ഇറച്ചി മീനും ഇല്ല, കഴിഞ്ഞു. പിന്നെ നോമ്പിനെ പറ്റിയോ കർത്താവിനോട് ചെയ്തു പോയ തെറ്റിനെ കുറിച്ചോ അനുതാപമോ അങ്ങനെയുള്ള ചിന്തയോ ഒന്നും തന്നെ ഇല്ലാതെ കടന്നു പോകുമ്പോൾ അതുകൊണ്ട് യാതൊരു ഗുണവും നമുക്ക് അനുഭവിക്കാൻ സാധിച്ചിട്ടില്ല. ദൈവത്തിൻ്റെ മനസ്സ് മാറ്റാനോ ഒന്നിനും നമുക്ക് സാധിച്ചിട്ടില്ല. സഹോദരങ്ങളെ, നോമ്പ് ഉപവാസം വഴിയായി ദൈവത്തിൻ്റെ മനസ്സ് മാറ്റാനായിട്ട് നമുക്ക് കഴിയും. ഇനി നോമ്പ് ഉപവാസം വഴിയായിട്ട് നമ്മുടെ സഹോദരങ്ങളുടെ മനസ്സ് മാറ്റാൻ നമുക്ക് കഴിയും. നെക്സ്റ്റിൽ കർത്താവിൻ്റെ വലിയ അഭിഷേകം ശുശ്രൂഷയിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ ഒരു സഹോദരൻ മാത്രം, പ്രിയമുള്ള സഹോദരങ്ങളെ, അവന് വീട്ടുകാരോട് ദേഷ്യം അങ്ങോട്ട് മാറണില്ല. അവൻ പോകണം. അന്ന് അവൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു, എന്നോട് പറഞ്ഞില്ല, അവൻ്റെ കൂട്ടുകാരോട് പറഞ്ഞു, 30 ദിവസത്തെ ട്രെയിനിങ് കഴിഞ്ഞ് നെക്സ്റ്റിലേക്ക് പോകാം, ഞാൻ ഇന്ന് തന്നെ വീട്ടിൽ പോയിട്ട് കുടിക്കും. എൻ്റെ വീട്ടുകാർക്ക് ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കും. എന്നോടാണോ നിങ്ങൾ കളിക്കണം, അത് ഞാൻ തെളിയിച്ച് കാണിച്ചു തരാം. അങ്ങനെ തന്നെ പറഞ്ഞിട്ടാണ് അവൻ നെക്സ്റ്റിൽ നിന്ന് ഇറങ്ങുന്നത്. പക്ഷെ അവൻ്റെ ഭാര്യയും മക്കളും പ്രിയപ്പെട്ടവരും എല്ലാവരും അവന് വേണ്ടി നോമ്പെടുത്ത് ഉപവസിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. ഈ മകന് വേണ്ടി നോമ്പെടുത്ത് ഉപവസിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് അവനെ വീട്ടിൽ കൊണ്ടുവരുമ്പോൾ എല്ലാവരും കൂടി വന്നു. അവൻ്റെ ഭാര്യ, മക്കള്, അപ്പൻ, അമ്മ എല്ലാവരും കൂടിയിട്ടൊരു ആഘോഷം പോലെ, ഉത്സവം പോലെ അവൻ്റെ അടുത്തേക്ക് വന്നേക്കുക. അവൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ അവൻ വിചാരിച്ചത്, എന്താ എല്ലാവരും കൂടി വന്നേക്കണത്? അപ്പോൾ പറഞ്ഞു, നീ കുടി നിർത്തി വരല്ലേ, ഞങ്ങളെല്ലാവരും നിനക്ക് വേണ്ടി ഒരു മാസം ഉപവസിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. നീ കുടി നിർത്തി വരല്ലേ, ഇനി ഒരു ഉത്സവം പോലെയാണ്, അതുകൊണ്ടാണ് ഞങ്ങളെല്ലാവരും വന്നത്. അവൻ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ എല്ലാവരും ഭയങ്കര സ്നേഹം. അവൻ്റെ ബന്ധുക്കളൊക്കെ കുറച്ച് പേര് വന്നിട്ടുണ്ട്. എല്ലാവർക്കും അവനോട് ഭയങ്കര സ്നേഹം. കാരണം എല്ലാവരും ഉപവസിച്ച് ഇവന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഇവനോട് ഭയങ്കര സ്നേഹം. അവന് ഒരാൾ ചിക്കൻ വേണമെന്ന് ചോദിക്കുന്നു, ഒരാൾ ബീഫ് വേണമെന്ന് ചോദിക്കുന്നു, മീനിടട്ടെ എന്ന് ചോദിക്കുന്നു. എടാ, നീ നല്ല മിടുക്കനായിട്ടുണ്ടല്ലോ, നിനക്ക് നല്ല അഭിഷേകം ഉണ്ടല്ലോ, നിൻ്റെ മുഖത്തൊരു ചൈതന്യം ഉണ്ടല്ലോ, പ്രകാശം ഉണ്ടല്ലോ എന്നൊക്കെ പറയണു. ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവൻ ഇങ്ങനെ ഉള്ളിലിരുന്ന് ചിന്തിച്ചു. അവൻ പിന്നീട് വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, ഞാനിങ്ങനെ ചിന്തിച്ചു വച്ചോ, ഇവരിത്രയധികം എന്നെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, എനിക്ക് വേണ്ടി ഇത്ര ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, പിന്നെ എന്തിനാ ഞാൻ കുടിച്ച് നശിച്ചു പോണേ? അന്ന് തുടങ്ങി അവൻ പിന്നെ കുടിച്ചിട്ടില്ല. കുടിച്ചിട്ട് 2 വർഷമായിട്ട് അവൻ മദ്യം തൊട്ടിട്ടേയില്ല. അതുപോലൊരു അഭിഷേകത്തിലേക്ക് കടന്നു വന്നു. അതിൻ്റെ കാരണം അവൻ്റെ ഭാര്യയും മക്കളും മറ്റു കുറേ ആളുകൾ, പ്രിയപ്പെട്ടവരെല്ലാവരും ഒരുമിച്ച് അവന് വേണ്ടി പ്രാർത്ഥിച്ച് ഉപവസിച്ച് കർത്താവിനോട് അപേക്ഷിക്കായിരുന്നു. അപ്പോൾ നോമ്പ് ഉപവാസവും വഴിയായിട്ട് ഭയങ്കരമായിട്ടുള്ള സഹോദരങ്ങളിൽ വരെ മാറ്റം ഉണ്ടാക്കാൻ തക്ക വിധത്തിൽ നമ്മൾ നോമ്പ് ഉപവാസം എടുക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവരുടെ പാപങ്ങൾക്ക് വേണ്ടി കൂടിയാണ് നമ്മൾ നോമ്പും ഉപവാസവും എടുത്ത് പ്രാർത്ഥിക്കുന്നത്. മറ്റുള്ളവർക്ക് വേണ്ടിയും മാത്രമല്ല. ഞാനിപ്പോൾ നോമ്പും ഉപവാസം എടുത്തിരിക്കുന്നത് നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ്, ഞാൻ പുണ്യവാനാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല. എനിക്ക് വേണ്ടി മാത്രമല്ല, മറ്റുള്ളവർക്ക് വേണ്ടിയും, മറ്റുള്ളവർക്ക് വേണ്ടി മാത്രമല്ല എനിക്ക് വേണ്ടിയും ശക്തമായ നോമ്പെടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ വലിയ അഭിഷേകം, കർത്താവിൻ്റെ മനസ്സ് മാറ്റുന്ന മാനസാന്തരത്തിൻ്റെ ഒരു അഭിഷേകം
കടന്നു വരും. നമ്മൾ അവസാനമായിട്ട് ഈ നോമ്പും ഉപവാസവും എടുക്കുന്നതിൻ്റെ ഒരു പ്രാധാന്യം കർത്താവ് ഏശയ്യായുടെ പുസ്തകത്തിലൂടെ പറയുന്നുണ്ട്. നിങ്ങളുടെ ഉത്സവങ്ങൾ എനിക്ക് മടുത്തു, നിങ്ങളുടെ പ്രാർത്ഥന എനിക്ക് മടുത്തു, ഞാൻ നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ കേൾക്കില്ല, കാരണം നിങ്ങളുടെ കരങ്ങൾ രക്തപങ്കിലമാണ്. കർത്താവിൻ്റെ വചനം പറയാം, നിങ്ങളുടെ കരങ്ങൾ രക്തപങ്കിലമാണ്, അതുകൊണ്ട് നിങ്ങളുടെ നിലവിളി ഞാൻ കേൾക്കില്ല. സഹോദരങ്ങളെ, നമ്മൾ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ പോകുന്നത് കുമ്പസാരിച്ചുകൊണ്ടായിരിക്കണം. നിങ്ങൾ നിങ്ങളുടെ ഇടവക ദേവാലയത്തിൽ പോയി വികാരിച്ചൻ്റെ അടുത്ത് പറഞ്ഞ് നോമ്പ് ഉപവാസം ആരംഭിക്കുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ നോമ്പ് ഉപവാസം ആരംഭിച്ചിട്ട് ഇടയിലാണെങ്കിൽ പോലും പോയി ഉപവസിച്ച് പ്രാർത്ഥിച്ച് കുമ്പസാരിച്ചിട്ട് വേണം നോമ്പ് ആരംഭിക്കാനായിട്ട്. അങ്ങനെ ആരംഭിക്കുന്ന നോമ്പിന് സഹോദരങ്ങളെ, ഉപവാസത്തിന് നിർബന്ധമായും ചില കാര്യങ്ങളുണ്ടായിരിക്കണം. ഒന്നാമത്തെ കാര്യം, അത് ഫിസിക്കലായിട്ട് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കും. നമ്മൾ ശാരീരികമായിട്ടുള്ള ഒരു സ്വാധീനം അതിനുണ്ടാവണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഒരാൾ ഉപവസിക്കുന്നുണ്ടെങ്കിൽ അവന് ബുദ്ധിമുട്ടുണ്ടാക്കാത്ത രീതിയിൽ ഉപവസിച്ച് അവസാനിപ്പിക്കുക. അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ മുമ്പിൽ എന്തായി, ഞാൻ ഉപവസിക്കുന്നുണ്ട്, എന്നാൽ ഉപവാസത്തിന് ബുദ്ധിമുട്ടുണ്ടില്ല. എന്നാൽ രാവിലെ കഞ്ഞി, ഉച്ചയ്ക്ക് ചെറുതായിട്ട് ചോറ്, വൈകുന്നേരം ബ്രെഡ്. എന്ത് ഉപവാസം എന്ന് ഇതിനെ എനിക്കറിഞ്ഞുകൂടാ, ഇതിനെ ഉപവാസം എന്ന് പറയാൻ പറ്റുമെന്ന്. ശരീരത്തിന് ഒരു ബുദ്ധിമുട്ടുമില്ല, ഒരു ഇൻഫ്ലുവൻസും പ്രത്യേകിച്ചില്ല. തീർച്ചയായിട്ടും രോഗികൾ, ബുദ്ധിമുട്ടുള്ളവർ ഇങ്ങനെയൊക്കെ ചെയ്തോളൂ. സാധാരണ ഒരു വ്യക്തി 60 വയസ്സിന് താഴെയുള്ള 20 വയസ്സിന് മുകളിലുള്ള സാധാരണ ഒരു വ്യക്തിയാണെങ്കിൽ ഇങ്ങനെ ഉപവസിച്ചാൽ പോരാ. ഹല്ലേലൂയ, യേശുവേ നന്ദി. ഞാനൊരു സ്ഥലത്ത് നിന്നപ്പോൾ അവിടുത്തെ ആളുകൾ എന്നോട് പറയാം, ഞങ്ങൾക്ക് ഉപവാസമാണ് അച്ഛാ. അപ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെയാണ് ഉപവാസം, എങ്ങനെയാണ് നിങ്ങളുടെ? രാവിലെ ഞങ്ങൾ കഞ്ഞി കുടിക്കും, ഉച്ചയ്ക്ക് ഞങ്ങൾ ഒന്നും കഴിക്കില്ല, ഉച്ച കഴിഞ്ഞ് ഞങ്ങളൊരു നേന്ത്രപ്പഴം കഴിക്കും, വൈകുന്നേരം ചോറുണ്ടും. അപ്പോൾ അവരുടെ ശരീരത്തിന് ഒരു ഇൻഫ്ലുവൻസും വലിയ കാര്യമായിട്ടില്ല. ആകെ കൂടി ഉച്ച നേരത്തെ ഭക്ഷണം. പിന്നെ സഹോദരൻ ഒരു സിനിമ കാണാൻ പോയ വരെ നമ്മൾ ഉച്ച നേരത്തെ ഭക്ഷണം ചിലപ്പോൾ വേണ്ടെന്ന് വയ്ക്കും. അത് കഴിഞ്ഞിട്ട് യാത്ര കഴിഞ്ഞ് വീട്ടിൽ വന്ന് വയ്ക്കും 4 മണി 5 മണിയാവും. അപ്പോൾ എന്ത് ഉപവാസം എന്ന് അതിനെ പറയുക എനിക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെ ഉപവസിച്ചാൽ മതിയോ? എൻ്റെ ഒരു ആഗ്രഹം, ഉപവസിക്കുന്നുണ്ടെങ്കിൽ ശരീരത്തിന് അത് പറയുന്നത് വിശുദ്ധ വിൻസെൻ്റ് ഡി പോൾ എന്ന് പറയുന്ന പുണ്യവാളനാണ്. വിശുദ്ധ വിൻസെൻ്റ് ഡി പോൾ ഇങ്ങനെ പറയുന്നത്, ആത്മീയ പിതാക്കന്മാരുടെ ഉപദേശം കൊടുക്കുമ്പോൾ, ആത്മീയ പിതാക്കന്മാർക്ക് അദ്ദേഹം ഒരു ഉപദേശം കൊടുക്കുകയാണ്. ഇങ്ങനെ പറയുന്ന അദ്ദേഹം, നിങ്ങൾക്ക് ആരെങ്കിലും സഹോദരങ്ങളെ ഉപവാസവും നോമ്പും ഒക്കെ ഉള്ളിൽ മാത്രം മതി, ശരീരത്തിനെ ബാധിക്കുന്ന രീതിയിൽ ഒന്നും ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് പറയുന്നവരെ നിങ്ങൾ ആത്മീയ പിതാക്കന്മാരായിട്ട് എടുക്കരുത്. ആത്മീയ പിതാക്കന്മാരെ നിങ്ങൾ അങ്ങനെ ഒരു ഉപദേശം നിങ്ങളുടെ സ്പിരിച്വൽ ചിൽഡ്രന്, ആത്മീയ മക്കൾക്ക് കൊടുക്കരുത്. അതായത് നമ്മുടെ ശരീരത്തിന് കുറച്ച് ഇൻഫ്ലുവൻസ് ഉണ്ടാകണം എന്ന് പറഞ്ഞാൽ ഒരു 5 മണി വരെയെങ്കിലുമൊക്കെ രാവിലെ മുതൽ ഭക്ഷണം കഴിക്കാതെ, വെള്ളം കുടിക്കാം, ഭക്ഷണം കഴിക്കാതെ സഹോദരങ്ങളെ ഇരിക്കണം. അത് ഒരു ദിവസം മുഴുവൻ കഴിക്കാതിരിക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അങ്ങനെ തന്നെ ആകണം. അയ്യോ, എനിക്ക് ഒരു നേരം കഴിച്ചില്ലെങ്കിൽ പ്രശ്നമുണ്ടെങ്കിൽ, രോഗിയാണെങ്കിൽ തീർച്ചയായിട്ടും കഴിച്ചോളൂ. അല്ലെങ്കിൽ നിങ്ങളുടെ ആശയെ അടക്കാൻ നമ്മൾ പഠിച്ചേ മതിയാകൂ. രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചില ആളുകൾക്ക് ഉപവാസവും നോമ്പൊക്കെ എടുത്ത് ഭയങ്കര പരിചയമായി അവർക്ക്. അപ്പോൾ ഉപവാസം എടുക്കാമെന്ന് പറഞ്ഞാൽ അവർക്കൊന്നുമല്ല. അങ്ങനെയുള്ള ആളുകൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സമയങ്ങളിലൊക്കെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കണം. കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കാൻ അരമണിക്കൂർ മതി. ജോലികളൊക്കെ, സാധാരണ ജോലികളൊക്കെ ചെയ്യാൻ പറ്റുന്ന ആരോഗ്യമുള്ളവർ ഇങ്ങനെ ചെയ്താൽ മതി. അല്ലാത്തൊരു വേണ്ട, കുറച്ച് സമയം കർത്താവിൻ്റെ മുമ്പിൽ ചിലവഴിക്കണം നിർബന്ധമായും. ഒരു ആത്മീയമായ ഒരുക്കം ഈ ഉപവാസത്തിന് ഉണ്ടാവണം. ഒരു ആത്മീയത ഈ ഉപവാസത്തിന് ഉണ്ടാകണം. അപ്പോൾ ആത്മീയത മാത്രം പോരാ, ശരീരത്തിൽ ഒരു ഇൻഫ്ലുവൻസ് വേണം, ഒരു ബുദ്ധിമുട്ടുണ്ടാവണം, സഹനം ഉണ്ടാവണം. ശരീരത്തിൽ സഹനം ഉണ്ടായാൽ മാത്രം പോരാ, സഹനം ഇല്ലാത്തവരാണെങ്കിൽ പോലും ആത്മാവിൽ ഒരു ഒരുക്കം, ഈശോയെക്കുറിച്ചുള്ള ചിന്ത, ഈശോയുടെ സഹനത്തെക്കുറിച്ചുള്ള ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. അങ്ങനൊരു ഉപവാസം, അത് ചാക്കൊടുത്ത് ചാരം പൂശി ഭക്ഷണം കഴിക്കാതെ കർത്താവേ എന്ന് മാത്രം വിളിച്ച് നിനവേ നിവാസികളിരുന്നപ്പോൾ അവരുടെ ഇത്രയും വലിയ തിന്മ, മറ്റുള്ളവരെ കൊന്ന് ആ തലയോടി കൊണ്ട് കൂടാരമുണ്ടാക്കിയ, വലിയ മലയുണ്ടാക്കിയ, കുന്നുണ്ടാക്കിയ അത്രയും വലിയ തിന്മ കർത്താവ് അവരോട് ക്ഷമിച്ചു. അത് ഭയങ്കരമായിട്ടുള്ളൊരു റെവലേഷനാണ്. നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. കർത്താവെ, നോമ്പ് കാലത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഞാൻ. ഈ നോമ്പ് കാലഘട്ടത്തിൽ വലിയ കൃപയ്ക്ക് വേണ്ടി ഈ സമയം ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഈശോയെ.
നീ എൻ്റെ പിന്നാലെ വരുന്നു ഞാൻ കാണുന്നു കർത്താവേ. സ്വർഗത്തിൽ എൻ്റെ ആത്മാവിനെ തേടി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങിയ നല്ല ദൈവമേ, എൻ്റെ ആത്മാവിൻ്റെ പിന്നാലെ നീ വരികയാണ്. എനിക്ക് ചില സഹനങ്ങളൊക്കെ തന്ന് എന്നെ തിരികെ നിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാൻ നീ ശ്രമിക്കുന്നുണ്ട് കർത്താവെ. സഹനം വന്ന് നോമ്പിൻ്റെ ഉപവാസത്തിൻ്റെ ഈ സമയത്ത് ആ സഹനത്തിലൂടെ കർത്താവെ നിൻ്റെ പക്കലേക്ക് തിരിയാൻ ഞങ്ങളെ സഹായിക്കണമേ യേശുവേ. ഒരുപക്ഷെ ഞങ്ങൾക്കറിയാം കർത്താവെ, നിൻ്റെ മനസ്സും ഞങ്ങളുടെ സഹോദരൻ്റെ മനസ്സും മാറ്റാൻ തക്കവിധം വിശ്വാസത്തോടെ നോമ്പ് ഉപവാസം എടുക്കുകയാണെങ്കിൽ സാധിക്കും. അത്രയും വലിയ ശക്തി അതിനുണ്ട്. അതത് വേണ്ട പോലെ ചെയ്തു കഴിഞ്ഞാൽ വലിയ അഭിഷേകം അതുവഴിയായിട്ടുണ്ടാകും. ഈശോ, ഈ വലിയ വിശ്വാസം ഞങ്ങൾക്ക് തരണമേ. പരിശുദ്ധ അമ്മ വഴി പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേ. നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസം നിങ്ങളോടുകൂടെ ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.